പവർ പോൾ അങ്ങനെ ശരിക്കും പവർ പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പവറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ കാത്തു നിന്നാണെങ്കിലും അവർ വോട്ട് ചെയ്തിട്ടേ പോകൂ എന്ന ഉറച്ച തീരുമാനത്തോടെ പലയിടങ്ങളിലും നീണ്ട ക്യൂ. പാലക്കാട്ട് നിന്ന് ഗോകുലുണ്ട്. ഗോകുൽ, പലയിടത്തും വലിയ ക്യൂ, 100-200 പേരൊക്കെ നിൽക്കുന്ന ക്യൂ ആണ്. ഈ ബൂത്തിലെ അവസ്ഥ എന്താണ്? അവിടെയും വലിയ ക്യൂ തന്നെയാണെന്ന് തോന്നുന്നു. ലൈറ്റ് ഇല്ലേ ഇവിടെ ആവശ്യത്തിന്? ഇപ്പോൾ ടോക്കൺ നൽകിയ പകുതിയിലധികം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു 100-നടുത്ത ആളുകൾക്ക് ടോക്കൺ കൊടുത്തതാണ്. ഇപ്പോൾ കുറച്ച് പേർ കൂടി ഇനിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ടിംഗ് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആളുകളെ പെട്ടെന്ന് തന്നെ അവരുടെ സംവിധാനാവകാശം വിനിയോഗിക്കാനായുള്ള അവസരം ഒരുക്കുന്നുണ്ട്. കുറേ നേരമായോ ചേട്ടാ വന്നിട്ട്? 5 മണിക്ക് വന്നാണ് സാർ. 5 മണിക്ക് വന്നതാണല്ലേ? എന്തത്ര ഡിലേ ആവാൻ കാരണം എന്നല്ലോ പറഞ്ഞു? അന്വേഷിച്ചപ്പോൾ അവിടെ സ്ലോ ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഒത്തിരി സ്പീഡായിട്ട് ഒത്തിരി സ്പീഡായി. 2 ലേഡീസ് ലൈനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേഡീസ് കഴിഞ്ഞതുകൊണ്ട് ഇത്തിരി സ്പീഡിൽ പോകുന്നുണ്ട്. 5 മണിക്ക് വന്നാണ്. 12 ടോക്കണാണ് കിട്ടിയത്. ഇപ്പോൾ കുറച്ച് സ്പീഡ് വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് ഡിലേ ആയിരുന്നു. ഇത്രത്തോളം അല്ലെങ്കിൽ ഇതിലും വലിയൊരു സ്ത്രീകളുടെ ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ പൂർണ്ണമായും കഴിഞ്ഞു. ഇനി ഏതാനും പുരുഷന്മാർ മാത്രമാണുള്ളത്. ആ ടോക്കണുകൾ എല്ലാം അനുസരിച്ച് ഇപ്പോൾ ഇങ്ങനെ അവരെ വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അത് പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നത്. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ ക്യൂ മുന്നോട്ട് നീങ്ങുന്നുമുണ്ട്. ശരി, അപ്പോൾ അവിടെ 100ഓളം ടോക്കൺ കൊടുത്തു. അതിൽ പകുതി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു 50 അടുത്ത ആളുകളായിരിക്കും വോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിലവിലെ ഒരു വേഗതയൊക്കെ വെച്ച് അവിടെ ഒരു 8 മണിയോടുകൂടിയൊക്കെ അവിടെ പൂർത്തീകരിക്കുമെന്ന് കഴിയാം. പൊതുവെ എന്തായാലും ഒരു മാക്സിമം ഒരു 9 വരെയെങ്കിലും പലയിടങ്ങളിലും പോകാനുള്ള സാധ്യതയുണ്ട്. അവസാന മണിക്കൂറിൽ 5 മണിക്ക് വന്ന അവസാന കണക്കേ നമ്മുടെ കയ്യിലുള്ളൂ. അത് 75ആണ്. പക്ഷെ അതല്ലാതെ ചില ജില്ലകളിൽ നിന്നുള്ള കണക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ കണക്ക് വരുമ്പോൾ വളരെ മികച്ച പോളിംഗ്, ഒരു 80% എത്തുന്ന പോളിംഗ് ഉണ്ട്. 79.28%. ഏത് മണ്ഡലമാണ് റെക്കോർഡ് ഇടുക എന്ന് ഉറ്റുനോക്കിയാണ്. കുന്നത്തുനാടാണോ തൃപ്പൂണിത്തറയാണോ എന്നത് സംശയമാണ്.